കയറ്റം തുടർന്ന് സ്വർണം. വിദേശ സൂചനകൾ പോസിറ്റീവ്. ഡോളറും സ്വർണവും കയറുന്നു. വിപണി കയറ്റത്തിനുള്ള മൂഡിലാണ്. എന്നാൽ നിരന്തരമായ കയറ്റത്തിൽ ആശങ്കയുള്ളവരുടെ വിൽപ്പന സമ്മർദ്ദം വിപണിയെ വലിച്ചു താഴ്ത്താനുള്ള സാധ്യത വർദ്ധിച്ചു വരികയാണ്. വിദേശ സൂചനകൾ അനുകൂലമാണ്. യുഎസിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയസാധ്യത വർദ്ധിച്ചതു ഡോളറിന്റെ വില ഉയർത്തുന്നുണ്ട്. വിലക്കയറ്റം 2% താണില്ലെങ്കിലും പലിശ കുറക്കുമെന്നു ഫെഡ് ചെയർമാൻ സൂചിപ്പിച്ചത് സ്വർണവിലയെ ഉയർത്തി. മൊത്തവില ആധാരമാക്കിയുള്ള വിലക്കയറ്റം 16 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന 3.4%. ഭക്ഷ്യവില 8.7% ഉയർന്നു. സ്വർണം കയറി. സ്വർണവില ഇന്നലെ കയറി. വിലക്കയറ്റം 2% എത്തുന്നതിനു മുൻപു തന്നെ നിരക്ക് കുറയ്ക്കാൻ ഫെഡ് തയ്യാറായേക്കുമെന്നു ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതു വിപണിയുടെ കയറ്റത്തിനു സഹായിച്ചു. ഔൺസിന് $2422.60 സ്വർണം ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ $2425 കയറി. കേരളത്തിൽ സ്വർണവില തിങ്കളാഴ്ച പവന് 80 രൂപ കുറഞ്ഞ് 54,000 രൂപയായി. ഇന്നു വില കയറാം. വെള്ളിവില ഔൺസിന് $30.60 കേരളത്തിൽ വെള്ളി കിലോഗ്രാമിനു 99,000 രൂപയിൽ തുടർന്നു. ഡോളർ സൂചിക തിങ്കളാഴ്ച ഉയർന്നു 104.19 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ സൂചിക 104.27 കയറി. രൂപ തിങ്കളാഴ്ച താഴ്ന്നു. ഡോളർ 5 പൈസ കൂടി 83.59 രൂപയിൽ ക്ലോസ് ചെയ്തു. ക്രൂഡ് ഓയിൽ വില സാവധാനം താഴുന്നു. ബ്രാൻഡ് ഇനം $84.85 ക്ലോസ് ചെയ്തു. ഇന്നു രാവിലെ $84.72 താഴ്ന്നു. WTI ഇനം 81.77 യുഎഇയുടെ മർബൻ ക്രൂഡ് $84.39 വ്യാവസായിക ലോഹങ്ങൾ ഭിന്ന ദിശകളിലായി. ചെമ്പ് 0.20% താണു ടണ്ണിന് $9,652.72 എത്തി. അലൂമിനിയം 1.07% താഴ്ന്ന് ടണ്ണിന് $2,458.10 ലെഡും സിങ്കും ഉയർന്നു. ക്രിപ്റ്റോ കറൻസികൾ കുതിപ്പിലാണ്. ക്രിപ്റ്റോ അനുകൂലിയായ ട്രംപ് യുഎസ് പ്രസിഡന്റ് ആകും എന്ന വിശ്വാസമാണു കാരണം. ബിറ്റ്കോയിൻ 7% കയറി $65,000 എത്തി. ഈഥർ $3,500 കയറി.